ആയിരങ്ങൾ കാത്തിരുന്ന രക്ഷകൻ ഈ ഭൂമിയിലേക്ക് ജനിക്കേണ്ട സമയമെത്തിയപ്പോൾ ദൈവം തെരഞ്ഞെടുത്തത് ഒരു കൊട്ടാരമല്ല, ഒരു ചെറിയ പട്ടണമായിരുന്നു. ബത്ലഹേമിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു നിശബ്ദ രാത്രിയിൽ ദൈവത്തിന്റെ മഹത്തായ സമ്മാനം ഭൂമിയിൽ ജനിച്ചു. ജോസഫ്, നമ്മുടെ കുഞ്ഞിനെ നോക്കൂ, എന്ത് ഭംഗിയാണ്! എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതെ, മഞ്ഞമ്മേ, ഈ കുഞ്ഞ് ലോകത്തിന് പ്രത്യാശയും സമാധാനവും നൽകും. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്കായി മഹത്തായ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവൻ ക്രിസ്തുവാണ്. നീ കേട്ടോ? ദൂതൻ നമ്മളോട് സംസാരിച്ചു. വരൂ, ബത്ലഹേമിലേക്ക് പോകാം, നമുക്കും ഈ അത്ഭുതം കാണാം. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇത്ര ദൂരം യാത്ര ചെയ്തിരിക്കുന്നത്? മഹാരാജാവെ, കിഴക്കുനിന്ന് ഒരു മഹത്തായ നക്ഷത്രം ഞങ്ങൾ കണ്ടു. യഹൂദരുടെ രാജാവായി ജനിച്ചിരിക്കുന്ന കുഞ്ഞിനെ കാണാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെയാണോ? അവൻ എവിടെയാണ് ജനിച്ചതെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ എനിക്കും അറിയിക്കണം. ഞാനും അവനെ ആരാധിക്കട്ടെ. രാജാവിന്റെ വാക്കുകൾ കേട്ടു. എങ്കിലും നമ്മുടെ വഴികാട്ട് നക്ഷത്രമാണ്. വരും നക്ഷത്രത്തെ നമുക്ക് വീണ്ടും നോക്കാം. അത് നമ്മെ ശരിയായ സ്ഥലത്തേക്ക് നയിക്കും. അങ്ങനെ അവർ വീണ്ടും യാത്ര തിരിച്ചു. നക്ഷത്രത്തിന്റെ പ്രകാശം അവരെ മുന്നോട്ട് നയിച്ചു. അവർ രാജാവിനായി സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. സ്വർണം, കുന്തിരിക്കം, നീറ. അവർ ഉണ്ണിശോക്ക് സമ്മാനങ്ങൾ നൽകി.